നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 15 തിങ്കളാഴ്ച, വൃശ്ചികം 29. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ 100 ന്യൂസിലേക്ക് കടക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി വിലയിരുത്താൻ CPIM CPI നേതൃയോഗങ്ങൾ ഇന്ന്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി യോഗങ്ങളും CPI സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളും ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും ആഗോള അയ്യപ്പ സംഗമവും ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയായെന്ന് LDF-ൽ ചർച്ച. താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിച്ചില്ല. വികസനവും ക്ഷേമ പദ്ധതികളും 10 വർഷത്തെ ഭരണ നേട്ടവും വോട്ടർമാരിൽ സ്വാധീനമുണ്ടാക്കിയില്ലെന്ന് നേതാക്കളുടെ വിലയിരുത്തൽ. തിരുവനന്തപുരം മേയർ ആരാകുമെന്നതിൽ BJP-യിൽ സസ്പെൻസ് തുടരുന്നു. സംസ്ഥാന സെക്രട്ടറി VV രാജേഷും മുൻ DGP R ശ്രീലേഖയും പരിഗണനയിൽ. VV രാജേഷിനും മുൻഗണനയെന്ന് സൂചന. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസ് കെട്ടിച്ചമച്ചതും രാഷ്ട്രീയ പ്രേരിതവുമെന്നാണ് രാഹുലിന്റെ വാദം. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ വിശദ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം. രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിനോട് വെളിപ്പെടുത്തിയ വ്യവസായിയിൽ നിന്ന് വിവരങ്ങൾ തേടും. വ്യവസായിയെ സമീപിക്കുന്നതിൽ ഉൾപ്പെടെ രഹസ്യ സ്വഭാവം നിലനിർത്താൻ ആലോചന. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പാർലമെന്റിൽ ഇന്ന് കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പ്രതിഷേധിക്കും. രാവിലെ 10:30 പാർലമെന്റ് കവാടത്തിലാണ് പ്രതിഷേധം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ 3-ാം പ്രതിയാണ് N വാസു. നേരത്തെ കൊല്ലം വിജിലൻസ് കോടതി വാസുവിന്റെ ജാമ്യ ഹർജി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ജോർദാനിലാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം. തമിഴക വെற்றிക്കഴകത്തിന്റെ ഈറോഡ് പൊതുയോഗം 18-ന് നടത്താൻ പോലീസ് അനുമതി. വിജയമംഗലം ടോൾ ഗേറ്റിന് സമീപത്തെ ഗ്രൗണ്ടിലാണ് യോഗം നടക്കുക. കരൂർ ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് വിജയ് തമിഴ്നാട്ടിലെ പൊതുവേദിയിലെത്തുന്നത്. നേരത്തെ കാഞ്ചീപുരത്ത് ഉള്ളരങ്ങ് എന്ന പേരിൽ ഇൻഡോർ യോഗം നടത്തിയിരുന്നു. മധുര തിരുപ്പുറം കുണ്ടത്തെ കാർത്തിക ദീപ വിവാദത്തിൽ മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിൽ ഇന്നും വാദം തുടരും. ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിച്ചുവെന്നതിന് തെളിവുകളില്ലെന്ന് കഴിഞ്ഞ ദിവസം AG വാദിച്ചിരുന്നു. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ കടുത്ത നിരാശയെന്ന് WCC. വിധി സൂക്ഷ്മമായി പഠിച്ച് തുടർ നടപടികളുമായി മുന്നോട്ടു പോകും. നീതിക്കായി പോരാട്ടം തുടരുമെന്നും WCC. UDF-ന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രവർത്തകർക്കും ജനങ്ങൾക്കും നന്ദി പറഞ്ഞ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. ശബരിമലയടക്കം നിരവധി വിഷയങ്ങൾ ഒന്നിച്ചു വന്നു. തിരുവനന്തപുരത്ത് BJP ഭരണത്തിലെത്തിയത് തടയാനായി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ദീപാദാസ് മുൻഷി. UDF കോഴിക്കോട് ജില്ലാ നേതൃയോഗം ഇന്ന് ചേരും. മേയർ സ്ഥാനാർത്ഥിയായിരുന്ന KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ പരാജയം യോഗം ചർച്ച ചെയ്യും. കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്നത് സംബന്ധിച്ചും LDF-ലും ചർച്ചകൾ സജീവം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ജയശ്രീക്ക് സാധ്യത. തൃശൂർ കോർപ്പറേഷനിൽ ഇന്ന് കോൺഗ്രസിന്റെ വിജയാഹ്ലാദ പ്രകടനം. വൈകിട്ട് 4:30 DCC ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം നഗരം ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിക്കും. കോർപ്പറേഷനിലെ 33 ഡിവിഷനിലെയും സ്ഥാനാർത്ഥികൾ പ്രകടനത്തിൽ പങ്കെടുക്കുമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. പത്തനംതിട്ട കല്ലൂപ്പാറയിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് കയറി ആക്രമിച്ചതായി പരാതി. T സതീഷിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. KSRTC ബസ്സിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തർക്കവും പ്രതിഷേധവും. തിരുവനന്തപുരം തൊട്ടിൽപ്പാലം KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് സിനിമ
പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് പ്രതിഷേധമുണ്ടായത്. പത്തനംതിട്ട സ്വദേശിയായ ലക്ഷ്മി ആർ ശേഖറാണ് ബസ്സിനുള്ളിൽ ആദ്യം വിമർശനം ഉന്നയിച്ചത്. പിന്നാലെ മറ്റ് യാത്രക്കാരും പിന്തുണയുമായി എത്തിയതോടെ സിനിമ നിർത്തി. കാസർഗോഡ് ബദിയടുക്കയിൽ തെരുവുനായ ആക്രമണത്തിൽ 13 പേർക്ക് പരിക്ക്. പരിക്കേറ്റ 9 പേർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പത്തനംതിട്ട അടൂരിൽ വധൂവരന്മാർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി മദ്യപ സംഘം കയ്യേറ്റം ചെയ്തതായി പരാതി. വാഹനത്തിന് സൈഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു കയ്യേറ്റം. പാലക്കാട് ജില്ലയിൽ 2025-26 സംഭരണ വർഷം നെല്ല് സംഭരണത്തിൽ കർഷകർക്ക് ഇതുവരെ 24.51 കോടി രൂപ വിതരണം ചെയ്തു. 17,765 കർഷകരിൽ നിന്നായി 24,434 മെട്രിക് ടൺ നെല്ലാണ് സപ്ലൈകോ സംഭരിച്ചത്. ഹരിപ്പാട് ഇറിഡിയം തട്ടിപ്പ് കേസിൽ പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കൊല്ലം സെഷൻസ് കോടതിയിലാണ് 6 പ്രതികളും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കോഴിക്കോട് കടലുണ്ടി തൈക്കൂട്ടത്തിൽ വീട്ടിൽ പ്രമേശൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. രമണിയാണ് ഭാര്യ. 24 സ്പെഷ്യൽ കറസ്പോണ്ടന്റ് നിഖിൽ പ്രമേഷ്, നീതി എന്നിവർ മക്കളാണ്. ശ്രീകാന്ത് വി കെയാണ് മരുമകൻ. സംസ്കാരം ഇന്ന് രാവിലെ 10 മണിക്ക് വട്ടപ്പറമ്പ് ശ്മശാനത്തിൽ നടക്കും. ശബരിമലയിൽ പരിശോധന ശക്തമാക്കി ഭക്ഷ്യവകുപ്പ്. 4 സ്ഥാപനങ്ങളിൽ നിന്ന് 30,000 രൂപ പിഴ ഈടാക്കി. പമ്പയിലും സന്നിധാനത്തും പ്രത്യേക സുരക്ഷാ സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത്. ശബരിമല തീർത്ഥാടകരുടെ വ്യാപകമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന. വണ്ടിപ്പെരിയാർ ടൗൺ, സത്രം, ദേശീയപാതയോരങ്ങളിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. തൊടുപുഴ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന ട്രാൻസ്ഫോമർ KSEB അധികൃതർ മാറ്റിസ്ഥാപിച്ചു. ഇന്നലെ രാവിലെ 7-ന് തുടങ്ങിയ പണി വൈകിട്ട് 7 മണിയോടെയാണ് അവസാനിച്ചത്. സ്ട്രോക്കിനുള്ള ത്രോംബോലൈസിസ് ചികിത്സ 200 പേർക്ക് നൽകുന്ന ആദ്യ ജില്ലാ ജനറൽ ആശുപത്രിയായി പത്തനംതിട്ട ജനറൽ ആശുപത്രി. ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന വിലയേറിയ മരുന്നുപയോഗിച്ചാണ് ഈ ചികിത്സ നൽകുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ ലക്ഷങ്ങൾ വില വരുന്ന ഈ ചികിത്സ പൂർണ്ണമായി സൗജന്യമായാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നൽകി വരുന്നത്. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച VK ശ്രീബിത്ത് ഇനി 3 പേരിലൂടെ ജീവിക്കും. കോഴിക്കോട് വടകര സ്വദേശി ശ്രീബിത്തിന്റെ കരൾ, 2 നേത്രപടലങ്ങളും ദാനം ചെയ്തു. കരൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ രോഗികൾക്കും 2 നേത്രപടലങ്ങൾ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിലെ രോഗികൾക്കുമാണ് നൽകിയത്. എറണാകുളം ആലുവയിൽ ട്രെയിൻ ഇടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് മരിച്ചു. തായ്ക്കാട്ടുകര റെയിൽവേ ലൈനിലാണ് സംഭവം. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മാള എക്സൈസ് നടത്തിയ പരിശോധനയിൽ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി. കുണ്ടൂർ, വയലാർ, ചെത്തിക്കോട് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് 2 ലിറ്റർ ചാരായം, വാറ്റുന്നതിനായി സൂക്ഷിച്ചിരുന്ന വാഷ്, വാറ്റുപകരണങ്ങൾ എന്നിവ എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. പാലക്കാട് മുണ്ടൂരിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിൽ 1.420 കിലോ കഞ്ചാവുമായി യുവതി പിടിയിലായി. പശ്ചിമബംഗാൾ സ്വദേശി മോണിത സഹാനിയാണ് പിടിയിലായത്. KSRTC ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് യുവതി പിടിയിലായത്. തിരുവനന്തപുരം കിളിമാനൂർ തൊളിക്കുഴിയിൽ 45 കിലോ ചന്ദനവുമായി 2 പേർ പിടിയിൽ. ഇട്ടിവ സ്വദേശി നവാസ്, ചിറയൻകീഴ് സ്വദേശി പ്രമോദ് എന്നിവരാണ് പിടിയിലായത്. എടത്തല അല്ലമീൻ കോളേജിലെ ഇൻക്യുബേഷൻ സെന്ററായ ഐസ്പേസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും ഹാക്ക് ആർട്ടിത്തോൺ 2.0 സംഘടിപ്പിക്കും. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും ആർട്സ് ആൻഡ് സയൻസസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കുമായി 2 വിഭാഗങ്ങളിലായാണ് ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 45ാമത് സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം ചങ്ങമ്പുഴ പാർക്കിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. ഏരിയ പ്രസിഡന്റ് MG ജോസഫ് പതാക ഉയർത്തി. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 5 ദിവസത്തെ ട്രോപ്പിക്കൽ ഫോറസ്ട്രി കോൺക്ലേവിന് ഇന്ന് തുടക്കമാകും. പീച്ചിയിലെ KFRI പ്രധാന ക്യാമ്പസിൽ രാവിലെ 9-ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വൈപ്പിൻ വാടയിൽ സെയിന്റ് ജോർജ് ഇടവകയുടെ നേതൃത്വത്തിൽ ബോൺനഥാലെ നടന്നു. 1500 സാന്താക്ലോസുകൾ പങ്കെടുത്തു. ക്രിസ്മസ് സന്ദേശയാത്രയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്.
പാവുക്കര സെന്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയാണ് കൊടിയേറ്റ് നടത്തിയത്. മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ഉത്സവം ഇന്ന് രാവിലെ നടക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ ദേവസ്വത്തിന്റെ ആനകളും വഴിപാടായി എത്തുന്നവയും ഉൾപ്പെടെ 21 ആനകൾ അണിനിരക്കും. അച്ചൻകോവിൽ ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര നാളെ രാവിലെ 9-ന് പുനലൂർ പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. രാവിലെ 6:30-ന് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണം പുറത്തെടുത്ത് ഭക്തർക്ക് ദർശനത്തിന് അവസരം നൽകും. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് 20, 21, 22 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും പങ്കെടുക്കുന്ന കൾച്ചറൽ കോൺഗ്രസിന് ആദ്യമായാണ് കേരളം വേദിയാകുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. കോട്ടയം CMS കോളേജ് മലയാളം ബിരുദാനന്തര ഗവേഷണ വിഭാഗവും മഹാത്മാഗാന്ധി സർവകലാശാലയും സംയുക്തമായി ദ്വിദിന അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നു. നാളെയാണ് സെമിനാർ. കവി കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും. ഇനി പ്രധാന അറിയിപ്പുകൾ. ശബരിമല മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര 23-ന് രാവിലെ 7 മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ഘോഷയാത്ര 23-ന് ഓമല്ലൂരും 24-ന് കോന്നിയിലും 25-ന് റാന്നി പെരുന്നാട് ക്ഷേത്രത്തിലും എത്തും. തങ്കയങ്കി സന്നിധാനത്തെത്തുക 26-ന് വൈകിട്ട് 6:15-ന്. മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്തമാറ്റിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവ്. അഭിമുഖം 19-ന് രാവിലെ 10 മണിക്ക്. മൂന്നാർ ദേവികുളം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിലേക്ക് പാരാ ലീഗൽ വോളണ്ടിയർമാരെ തെരഞ്ഞെടുക്കുന്നു. 18-നും 65-നും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ തൊടുപുഴ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നിവയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കാം. തൊടുപുഴ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കേരള സർക്കാർ സംയുക്തമായി കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന സൗജന്യ നൈപുണ്യ പരിശീലന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസമാക്കിയ 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത +2. തൃശൂർ ആളൂർ കല്ലേറ്റുംകര K കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡെമോൺസ്ട്രേറ്റർ കമ്പ്യൂട്ടർ തസ്തികയിൽ ഒഴിവ്. അഭിമുഖം 15-ന്. നോക്കാം ദേശീയ വാർത്തകൾ. 2026-27 വർഷത്തെ കേന്ദ്ര ബജറ്റിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. നിർദ്ദേശങ്ങൾ നിക്ഷേപ വർധനയിലൂടെയുള്ള വളർച്ച ലക്ഷ്യമിട്ട് സർക്കാരിന്റെ മൂലധന ചെലവ് 12%, സംസ്ഥാനങ്ങൾക്കുള്ള പിന്തുണ 10% ഉയർത്തണമെന്ന് വ്യവസായികളുടെ സംഘടന. വായു മലിനീകരണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി ഇന്ന് ലോക്സഭയിൽ നോട്ടീസ് നൽകും. രാജ്യസഭയിൽ ഇന്ന് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ചുള്ള ചർച്ച തുടരും. 2 ധനവിനിയോഗ ബില്ലുകൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കിഴക്കൻ ഡൽഹിയിലെ മാനസരോവർ പാർക്ക് പ്രദേശത്തെ ക്ഷേത്രത്തിനുള്ളിൽ വനിതാ പൂജാരിയെ കുത്തിക്കൊലപ്പെടുത്തി. മരിച്ചത് 48-കാരിയായ കുസും ശർമ്മ. കൊലയാളിക്കായി അന്വേഷണം നടത്തി പോലീസ്. തുടർച്ചയായ 4-ാം ദിവസവും ലക്നൌവിൽ വായു ഗുണനിലവാരം മോശം നിലയിൽ. വായു ഗുണനിലവാരം 213 രേഖപ്പെടുത്തി. BJP ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും നന്ദി പറഞ്ഞ ബീഹാർ മന്ത്രി നിതിൻ നബിൻ. 45-കാരനായ നിതിൻ നബിൻ BJPയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വർക്കിംഗ് പ്രസിഡന്റാണ്. MH-60R-ന്റെ 2ാം ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ കമ്മീഷൻ ചെയ്യാൻ ഇന്ത്യൻ നാവികസേന. ഡിസംബർ 17-ന് ഗോവയിലെ INS ഹൻസിയിൽ നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ സാന്നിധ്യത്തിൽ കമ്മീഷൻ ചെയ്യും. ബംഗ്ലാദേശിന്റെ താൽപര്യങ്ങൾക്കെതിരായി ഇന്ത്യ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം തള്ളി ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മ. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പ്രകോപനപരമായ പ്രസ്താവനകളിൽ വലിയ പ്രതിഷേധമാണ് ബംഗ്ലാദേശ് രേഖപ്പെടുത്തിയത്. റോഹ്തക്കിലെ ബോഡി ബിൽഡറുടെ കൊലപാതകത്തിൽ 3 പേർ പിടിയിലായതായി ഹരിയാന പോലീസ്. പ്രതികൾ പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന്. റോഹ്തക് സ്വദേശി രോഹിത് ധൻകർ കൊല്ലപ്പെട്ടത് നവംബർ 29-ന്.
സർക്കാർ കൃഷിഭൂമിയുടെ ഡിജിറ്റൽ ഡാറ്റാബേസ് സൃഷ്ടിക്കാൻ ഡൽഹി സർക്കാർ. ഡാറ്റാബേസിനായി കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത. തമിഴ്നാട്ടിൽ അണ്ണാ DMK സംരക്ഷണ സമിതി പ്രവർത്തകരുടെ യോഗം വിളിച്ച് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം. 23 രാവിലെ ചെന്നൈയിൽ ചേരുന്ന യോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട. തമിഴക വെற்றிക്കഴകം സ്ഥാനാർത്ഥികളെ അധ്യക്ഷൻ വിജയ് പ്രഖ്യാപിക്കുമെന്ന് TVK ചീഫ് കോർഡിനേറ്റർ KA സെങ്കോട്ടയ്യൻ. 2026 തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ TVK പ്രഖ്യാപിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ടായിരുന്നു. DMK സർക്കാർ ക്ഷേമ പദ്ധതികൾ വോട്ട് നേടാനായി മാത്രം ഉപയോഗിക്കുന്നുവെന്ന് തമിഴ് മാനില കോൺഗ്രസ് അധ്യക്ഷൻ GK വാസൻ. അധികാരത്തിലേറി 4.5 വർഷം കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്നത് ഇതിന്റെ ഭാഗമാണെന്നും GK വാസൻ. കാവേരി നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കർണാടക സർക്കാരിന്റെ ശ്രമത്തിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയെന്ന് ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ. തമിഴ്നാട് മധുര തിരുപ്പറൻകുன்றത്ത് നാട്ടുകാർ നിരാഹാര സമരം നടത്തി. ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. നോക്കാം രാജ്യാന്തര വാർത്തകൾ. കംബോഡിയൻ തീരമേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് തായ്ലൻഡ്. നീക്കം അതിർത്തി തർക്കം വ്യാപിക്കുന്നതിനെ തുടർന്ന് കംബോഡിയ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന പാലം തകർത്തെന്ന് തായ് സൈന്യം. ദക്ഷിണാഫ്രിക്കയിലെ ക്വാസുലു നഡാൽ പ്രവിശ്യയിൽ നിർമ്മാണത്തിലിരുന്ന ക്ഷേത്രം തകർന്ന് 4 മരണം. മരിച്ചവരിൽ ഇന്ത്യൻ വംശജനും ടൺ കണക്കിന് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളുടെയും ക്ഷേത്ര ഉദ്യോഗസ്ഥരുടെയും കൃത്യമായ എണ്ണം ലഭ്യമല്ലെന്ന് അധികൃതർ. മോശം കാലാവസ്ഥ മൂലം രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. തകർന്നു വീണത് 4 നിലകളുള്ള അഹോബിലാം ക്ഷേത്രം. നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള താൽപര്യം ഉപേക്ഷിക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. നാറ്റോ അംഗത്വത്തിന് പകരം US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് പങ്കാളികളും നൽകുന്ന സുരക്ഷാ ഉറപ്പുകൾ മുഖവിലേക്കെടുക്കുന്നുവെന്ന് സെലൻസ്കി. അറ്റോർണി ജനറലിനെ പുറത്താക്കിയ സർക്കാരിന്റെ നടപടിക്കെതിരെ ഇസ്രായേൽ സുപ്രീം കോടതി. സർക്കാർ നടപടി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നയങ്ങളുടെ നിയമസാധുതയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. ഹോങ്കോങ്ങിലെ അവസാന പ്രതിപക്ഷ പാർട്ടിയും പിരിച്ചുവിട്ടു. നടപടി ചൈനീസ് സമ്മർദ്ദത്തെ തുടർന്നെന്ന ആരോപണം. ഹോങ്കോങ്ങിൽ അവശേഷിക്കുന്ന ലിബറൽ ശബ്ദങ്ങൾക്ക് മേലുള്ള ചൈനീസ് കടന്നുകയറ്റമെന്ന് വിലയിരുത്തൽ. ചൈന നിയമിച്ച പഞ്ചൻ ലാമ പുനർജന്മത്തെക്കുറിച്ച് നടത്തിയ പരാമർശം വിവാദത്തിൽ. പരാമർശത്തെ അപലപിച്ച് ടിബറ്റൻ യൂത്ത് കോൺഗ്രസ്. ടിബറ്റിന് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനീസ് ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ആരോപണം. ജീവിക്കുന്ന ബുദ്ധന്റെ പുനർജന്മം ചൈനീസ് മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന പരാമർശമാണ് വിവാദമായത്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിലെ സാഹചര്യം മോശമെന്ന റിപ്പോർട്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കുറവും അടിസ്ഥാന സേവനങ്ങളുടെ അഭാവവും മൂലം തീവ്രവാദ ക്രിമിനൽ സംഘടനകൾ മേഖലയിൽ പിടിമുറുക്കുന്നെന്ന് ഫ്രോണ്ടിയർ കോപ്സ് ഉദ്യോഗസ്ഥർ. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തുന്ന മനുഷ്യത്വരഹിതമായ നടപടികൾ സിനിമയാക്കണമെന്ന് ബോളിവുഡ് താരങ്ങളോട് അഭ്യർത്ഥിച്ച് ബലൂച്ച് അമേരിക്കൻ കോൺഗ്രസ് പ്രസിഡന്റ് താരാചന്ദ്. 1948 മാർച്ചിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് മോചനം നേടിയിരുന്നുവെന്ന് എക്സ് പോസ്റ്റിൽ താരാചന്ദ് പറഞ്ഞു. കുപ്പർട്ടിനോയിൽ 2 പുതിയ കെട്ടിടങ്ങൾ വാങ്ങി ആപ്പിൾ. ഇടപാട് $216 മില്യൺ. ഇതോടെ ബേ ഏരിയയിലെ ആപ്പിളിന്റെ ആസ്തി $1 ബില്യൺ കടന്നു. GM വിളകൾക്കായി ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി US. ചൈനയുമായുള്ള വ്യാപാര സംഘർഷം, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളുടെ മത്സരം എന്നിവ മൂലം US നേരിടുന്ന തടസ്സങ്ങളെ തുടർന്നാണ് സമ്മർദ്ദം ശക്തമാക്കുന്നതെന്ന് റിപ്പോർട്ട്. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിക്കുന്നത് തുടരുന്നു. നടപ്പുവർഷം ഓരോ മണിക്കൂറിലും വിദേശ നിക്ഷേപകർ വിറ്റഴിച്ചത് 152 കോടി രൂപയുടെ ഓഹരികൾ. ഈ വർഷം ഇതുവരെ വിറ്റഴിച്ചത് 2.23 ലക്ഷം കോടിയുടെ ഓഹരി. ബംഗളൂരുവിൽ 4680 ഭാരത് സെൽ പവർ വാഹനങ്ങളുടെ രജിസ്ട്രേഷനും ഡെലിവറിയും ഒരേ ദിവസം ആരംഭിച്ചതായി ഓല ഇലക്ട്രിക്. നടപടി ഹൈപ്പർ ഡെലിവറിക്ക് കീഴിൽ ഉപഭോക്താക്കൾക്ക് ഓൺലൈനായോ ഓല ഇലക്ട്രിക് സ്റ്റോറിലോ നേരിട്ടെത്തി അതേ ദിവസം തന്നെ പൂർണ്ണമായും രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ലഭ്യമാക്കുന്നതാണ് പുതിയ പദ്ധതി. ഹരിത ഊർജ്ജ പദ്ധതിക്കായി PTCയുമായി സംയുക്ത സംരംഭം ആരംഭിക്കാൻ NLC ഇന്ത്യ. സഹകരണം 2000 മെഗാവാട്ട് വരെയുള്ള ഹരിത ഊർജ്ജശേഷി വികസിപ്പിക്കുന്നതിനായി. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ വിൽപ്പനയിൽ 27% വർധന. റീറ്റെയിൽ വിൽപ്പന 69%-ലധികം ഉയർന്നുവെന്ന് റിപ്പോർട്ട്.
സൂക്ഷ്മ ചെറുകിട വായ്പകളെ മാനദണ്ഡങ്ങൾക്ക് അധിഷ്ഠിതമായി ബന്ധിപ്പിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി RBI. നിലവിലെ വായ്പക്കാർക്ക് പരസ്പര സമ്മതത്തോടെ പുതിയ വ്യവസ്ഥയിലേക്ക് മാറാം. വായ്പകൾ പുനഃക്രമീകരിക്കുന്നതിനുള്ള സമയപരിധി 3 മാസമായി കുറച്ചു. 2342 കോടിയുടെ IPOയ്ക്ക് ഇ-കൊമേഴ്സ് സ്ഥാപനമായ ഷിപ്പ് റോക്കറ്റ് സെബിയിൽ ഡ്രാഫ്റ്റ് ഫയൽ ചെയ്തു. 1100 കോടി രൂപ വരെ മൂല്യമുള്ള പുതിയ ഇക്വിറ്റി ഷെയറുകളും 1242.3 കോടി രൂപ വരെയുള്ള ഓഫർ ഫോർ സെയിൽ ഘടകവും ഇതിൽ ഉൾപ്പെടും. ജയ്പൂർ, ലക്നൌ, റാഞ്ചി തുടങ്ങിയ നഗരങ്ങളിലേക്കും കമ്പനിക്ക് സാന്നിധ്യമില്ലാത്ത ചെറുപട്ടണങ്ങളിലേക്കും വിൽപ്പന ശൃംഖല വ്യാപിപ്പിക്കാൻ BMW. അടുത്ത വർഷം ഇന്ത്യയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്ന് BMW വ്യക്തമാക്കി. ഇനി കായിക വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 118 റൺസ് വിജയലക്ഷ്യം 15.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. ജയത്തോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ കീഴടക്കി ഇന്ത്യ. 90 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 241 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 150 റൺസിന് പുറത്തായി. ഇന്ത്യയ്ക്കായി മലയാളി താരം ആരോൺ ജോർജ് അർദ്ധ സെഞ്ചുറി നേടി. കണ്ണൂർ വാരിയേഴ്സ് FC സൂപ്പർ ലീഗ് കേരള ഫൈനലിൽ സെമിയിൽ നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് FCയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചാണ് കണ്ണൂർ ആദ്യമായി ഫൈനലിന് യോഗ്യത നേടിയത്. രണ്ടാം പകുതിയിൽ മുഹമ്മദ് സിനാന്റെ ബൂട്ടിൽ നിന്നായിരുന്നു ഗോൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയക്കുതിപ്പ് തുടർന്ന മാഞ്ചസ്റ്റർ സിറ്റി ക്രിസ്റ്റൽ പാലസിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോട്ടൻഹാമിനെ അട്ടിമറിച്ച് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ജയം എതിരില്ലാത്ത 1 ഗോളിന്. അറബ് കപ്പിൽ സെമി ഫൈനൽ പോരാട്ടങ്ങൾ ഇന്നു മുതൽ രാത്രി 8 മണിക്ക് നടക്കുന്ന ആദ്യ സെമിയിൽ മൊറോക്കോ UAE നേരിടും. സൗദി അറേബ്യ ജോർദാൻ പോരാട്ടം രാത്രി 11-ന്. ഇനി സാംസ്കാരിക സിനിമാ വാർത്തകൾ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ അടുത്ത പതിപ്പിൽ അഭിനയിക്കാൻ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയും സൂചന നൽകി കേന്ദ്ര കഥാപാത്രമായ വിൻ ഡീസൽ. റൊണാൾഡോയ്ക്കൊപ്പമുള്ള ചിത്രം വിൻ ഡീസൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. ഇന്ത്യൻ സിനിമയായ ധുരന്തർ എന്ന ചിത്രത്തിന് ബദലായി മേരാ ല്യാരി എന്ന ചിത്രം പുറത്തിറക്കാൻ പാകിസ്ഥാനെയും ലിയാരി പ്രദേശത്തെയും മോശമായി ചിത്രീകരിച്ചെന്നാണ് വിമർശനം. തിയേറ്ററിൽ പ്രദർശനം തുടർന്ന് AJ വർഗീസ് ഒരുക്കിയ അടിനാശം വെള്ളപ്പൊക്കം. നർമ്മചിത്രമായ അടിനാശം വെള്ളപ്പൊക്കം സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയയുടെ കഥയാണ് പറയുന്നത്. ഇനി നോക്കാം ഫാക്ട് ചെക്ക്. മുംബൈ നഗരത്തിൽ കുട്ടികളെ കാണാതാകുന്നുവെന്ന സോഷ്യൽ മീഡിയ പ്രചാരണം നിഷേധിച്ച് മുംബൈ പോലീസ്. സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ യഥാർത്ഥ വസ്തുതയല്ലെന്ന് വിശദീകരണം. 36 ദിവസത്തിനുള്ളിൽ നഗരത്തിൽ 82 കുട്ടികളെ കാണാതായി എന്ന എക്സിൽ വന്ന പ്രചാരണങ്ങൾ തള്ളി. കുട്ടികളെ കാണാതാകുന്ന ഓരോ കേസും ഏറെ ജാഗ്രതയോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് മുംബൈ പോലീസിന്റെ എക്സ് പോസ്റ്റ്. ലേറ്റസ്റ്റ് ന്യൂസ്. തെക്കൻ ലെബനനിൽ ആക്രമണം നടത്തി ഇസ്രയേൽ സൈന്യം. ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള ഭീകരനടക്കം 3 പേരെ വധിച്ചു. ആക്രമണം വെടിനിർത്തൽ കരാർ ലംഘനത്തിനുള്ള മറുപടിയെന്ന് ഇസ്രയേൽ. ഓസ്ട്രേലിയയിലെ ഭീകരാക്രമണത്തിൽ മരണം 16ആയി. 40 പേർക്ക് പരിക്ക്. 5 പേരുടെ നില ഗുരുതരം. മൊറോക്കോയിൽ നാശം വിതച്ച് പേമാരി. വെള്ളപ്പൊക്കത്തിൽ 21 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി ദുരന്ത നിവാരണ സേന. ഇനി ഇപ്പോൾ കിട്ടിയത്. ഡൽഹിയിൽ വായു ഗുണനിലവാരം അതീവ ഗുരുതരാവസ്ഥയിൽ. വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിൽ. മലിനീകരണം കുറയ്ക്കാൻ സ്വീകരിച്ച നടപടികൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം. അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലുണ്ടായ വെടിവെപ്പിൽ അക്രമി കസ്റ്റഡിയിൽ. ഇന്നലെയുണ്ടായ വെടിവെപ്പിൽ 2 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണം നടത്തിയതിന്റെ കാരണം അന്വേഷിച്ച് പോലീസ്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.